Welcome to Vivel Kayil Oru Kodi. Are you ready? Powered by Josco Jewelers. ഒരു നല്ല മഴയ്ക്കായി മണ്ണ് കാത്തുകിടക്കുന്നു. ഒരു നല്ല വസന്തത്തിനായി നമ്മുടെ ഭൂമി കാത്തിരിക്കുന്നു. അതേപോലെ ഇവിടെ വന്ന് 1 കോടി നേടുന്ന മത്സരാർത്ഥിക്കായി ഞാൻ ഇവിടെ കയ്യിൽ 1 കോടി ആർ യു റെഡിയിൽ നമ്മൾ കാത്തിരിക്കുന്നു നിങ്ങൾക്കായി. ഇന്ന് 1 കോടി രൂപ സ്വന്തമാക്കാൻ എത്തിയിരിക്കുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉള്ള 2 പേരാണ്, നീതു ആൻഡ് ചേച്ചമ്മ. മരുമകളും അമ്മായിയമ്മയും. ലെറ്റ് us welcome നീതു ആൻഡ് ചേച്ചമ്മ. വെൽക്കം ടു ദ ഗെയിം ഷോ ആന്റി. വെൽക്കം നീതു. വെൽക്കം ആന്റി. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എവിടുന്നാ വരുന്നത്? കൊച്ചിന്നല്ലേ? ഞാൻ രണ്ടുപേരും പ്രോപ്പർ കൊച്ചിന്നാണ്. പ്രോപ്പർ കൊച്ചിന്നാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു നീതുടെ? എഞ്ചിനീയറാ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സാംസങ്. ഓക്കെ, ഇൻ കൊച്ചിൻ itself. ഓക്കെ, ആൻഡ് നീതു പഠിച്ചതും വളർന്നതൊക്കെ എവിടെയായിരുന്നു? ഞാൻ 12th വരെ സൗദിയിലാണ് പഠിച്ചത്. എന്റെ എഞ്ചിനീയറിംഗ് ഞാൻ രാജഗിരി. ചേച്ചമ്മ എന്ത് പറയുന്നു പുതിയ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന മരുമകളെ കുറിച്ച്? വെരി ഗുഡ് സ്മാർട്ട് ഗേൾ. വെരി ഗുഡ് സ്മാർട്ട് ഗേൾ. ഈ സ്മാർട്ട്നെസ് ആണല്ലേ SMS അയച്ചിട്ട് വേഗം സെലക്ഷൻ കിട്ടി ചേച്ചമ്മയും കൂടെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ചേച്ചമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കിലെ ഓഫീസറാണ്. ഓക്കെ, 33 years സർവീസ് ആയി. 33 years. ഏതാണ് ആ ലക്കി ബാങ്ക്? കാത്തലിക് സിറിയൻ ബാങ്ക് ലിമിറ്റഡ്. ഓക്കെ, വാട്ട് അബൌട്ട് യുവർ പേരൻസ്? അച്ഛനും അമ്മയും അവരടുത്ത് പറഞ്ഞോ ഇങ്ങനെ യു കമ്മിങ് ടു ദ ഗെയിം ഷോ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നോ? അവരെന്ത് പറഞ്ഞു? വല്ലതും അറിയാവോ ചോദിച്ചത്? ഓക്കെ, പേരൻസ് ഇപ്പോഴും അവിടെ തന്നെയാണോ സൗദിയില്? അല്ലല്ല, അവര് ബ്രൂണയിലാണ്. ഓക്കെ, സോ ഇതാ നിങ്ങളുടെ എല്ലാ പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങിയതാണ്. യു ഗോട്ട് എ ഹസ്ബൻഡ് നൗ. ഇനി ഫാമിലി ലൈഫിലോട്ട് അല്ലേ നന്നായി പോണ്ടേ ഇവര്? അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു തുക നമ്മൾ ഇവിടെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുവാണ്. ദാറ്റ് ഇസ് 1 crore rupees. This money totally belongs to you. Come on, മുന്നോട്ട് വന്നിട്ട് you can flash it to your husband that this money is mine. This money is sponsored by Dhatri. ചേച്ചമ്മ, നീതു, ഈ തുക, ഈ വലിയൊരു തുക, നിങ്ങൾ ബാങ്കിലായിരുന്നു ഇത്രയും കാലം വർക്ക് ചെയ്തത്, നിങ്ങൾ എത്രയോ കോടികൾ കണ്ടിട്ടുണ്ടാവും അറിയാം. പക്ഷെ എന്നാലും സ്വന്തമാവുമ്പം ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ മണി ഹാൻഡ്ലിംഗ് വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. നീത്തൊക്കെ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. മണി ഹാൻഡ്ലിംഗ് ഇനി ഇൻ ഫാമിലി ലൈഫ് ഷീ നീഡ്സ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതുകൊണ്ട് തന്നെ അത് ഇവിടുന്ന് ആരംഭിച്ചോട്ടെ. 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ 7 ചോദ്യങ്ങൾ മാത്രം. ഓരോ ചോദ്യത്തിനും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും വെക്കുമ്പം ഓർക്കുക, ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വെക്കണം. ഒരു നല്ല ബാങ്കറിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഐ എം ഷുവർ ഷീ വിൽ ഡു ദി അതർ ഹാഫ് ഓഫ് യുവർ ജോബ്. Game position is this. We just about to begin the game. 1 കോടി രൂപയാണ് കയ്യിലുള്ളത്. ആദ്യത്തെ ചോദ്യമാണ് നേരിടാൻ പോകുന്നത്. Are we ready to play? Yes. Okay, let us play Vivel Kayil 1 കോടി. Are you ready? Yes. ഓരോ ചോദ്യത്തിനും ഈ 2 categories. You can choose your ഇഷ്ടമുള്ള category. Okay? Categories for question number 1 are കര, കേന്ദ്രം. കര വേണോ കേന്ദ്രം വേണോ? കര. കര. ഓക്കെ, റിവർ ബാങ്ക്സ് ആണ്. കര. ആൻസർ ഓപ്ഷൻസ് 3, 1, 2, 4. ചോദ്യം നോക്കാം. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലുള്ള കേരളത്തിലെ മറ്റ് ജില്ലകൾ എത്ര? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: 3, 1, 2, 4. ആലോചിച്ച് തീരുമാനിക്കുക. 1 crore സമയം ആരംഭിച്ചിരിക്കുന്നു. കൊല്ലം, നെയ്യാറ്റിൻകര. വെക്കാം, 3 വെക്കാം. Your timer is running. 50 seconds. 3-ലും 1 അല്ല. 40 seconds ഉണ്ട്. വേഗം വെച്ചോളൂ. 1-ല് വെക്കണ്ട കേട്ടോ. 30 seconds. 2-ലും 4-ല് വെക്ക്. പെട്ടെന്ന് വെക്കണം. വെക്കാത്ത പണം നഷ്ടപ്പെടും. വേഗം. Only 20 seconds remaining.
60 ലക്ഷം. 1-ൽ ഒന്നുമില്ല. 2-ൽ 28 ലക്ഷം. 4-ൽ 12 ലക്ഷം രൂപ. ഷുവർ അല്ലെങ്കിൽ ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കാം. വേണം കേട്ടോ. ഓക്കെ, യുവർ എക്സ്ട്രാ 30 സെക്കൻഡ് സ്റ്റാർട്ട്സ് നൗ. ഇനിയും സമയമുണ്ട്. സമയം കഴിഞ്ഞു. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. 3 എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ 44 ലക്ഷം രൂപ. അതിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു, കുറച്ച് ഇതിൽ വെച്ചു. 1 എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ 28 ലക്ഷം രൂപ. 2 എന്ന ആൻസർ ഓപ്ഷനിൽ അഗൈൻ 28 lakhs. 4 എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നും ഇല്ല. അറിയാവുന്ന ചോദ്യമാണിത്. അറിയാം, ജില്ലയെല്ലാം അറിയാലോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട സംശയമുണ്ട് എനിക്ക്. ഓക്കെ, എന്നാൽ ആദ്യത്തെ ചോദ്യമല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് കം ഫോർവേഡ്. 3 എന്ന ആൻസർ ഓപ്ഷനിലാണ് മെജോറിറ്റി മണി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് 44 lakhs. നമുക്ക് നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? $72 lakhs നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്തത് അബദ്ധമായി തോന്നുന്നുണ്ടോ? 1 എന്ന ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ 28 ലക്ഷം രൂപ. 4 എന്ന ആൻസർ ഓപ്ഷൻ ഡ്രോപ്പ് ആയിട്ടില്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്താ പറയാനുള്ളത്? രണ്ടുപേരും ചിരിക്കുകയാണല്ലോ. ദൈവം കാത്തു. ദൈവം കാത്തതാണോ? അപ്പൊ സ്വയം ആലോചിച്ചിട്ടേ ഇല്ല? ആലോചിച്ചു, പക്ഷെ അതിൽ കൊണ്ടുപോയിട്ട് ക്വിക്ക് ഓപ്ഷൻ എടുത്തില്ല. ഒരു ചോദ്യം എന്തായാലും എനിക്കുണ്ട്. കാരണം 1-2 വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതല്ല, ചിന്തിച്ചില്ല. നാലു കാണുന്ന ആദ്യം പോസ്റ്റ് ശരിയായ രീതിയിൽ വാദിച്ചില്ല. അതാണ്. അയ്യോ, മലയാളം വായിക്കാൻ അറിയോ നീതു? വായിക്കും. അപ്പൊ നീതു വായിച്ചില്ലേ? വായിച്ചു, ജില്ലാന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ അബദ്ധം പറ്റി. പക്ഷേ അബദ്ധം പറ്റിയത് എത്ര വലിയ തുകയാണ് പോയത്. രക്ഷിച്ചു. ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, 4 എന്നുള്ള പെട്ടെന്ന് അതിൽ എടുത്തു വെക്കാൻ തോന്നിയത് ഭാഗ്യയില്ലേ. തിരുവനന്തപുരത്തിന്റെ ഒരു ഭാഗം തമിഴ്നാടാണ്. അല്ല, ഞാൻ പത്തനംതിട്ട ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമായി. തെക്കും പടിഞ്ഞാറും അറബിക്കടലാണ്. അതെ. പിന്നെ ആകെ കൊല്ലമല്ലേ ബാക്കിയുള്ളൂ. പത്തനംതിട്ട എനിക്ക് സംശയമായി. തിരുവനന്തപുരത്തിന്റെ അത് ചേച്ചമ്മ പറയുമ്പോ തന്നെ 1-ലോ 2-ലോ ആണ് കൂടുതൽ തുക വെക്കേണ്ടത്, ശരിയല്ലേ? 44 നഷ്ടപ്പെട്ടത് ഇപ്പൊ 3 എന്ന ആൻസർ ഓപ്ഷനിലാണ്. അയ്യോ, അത് മുന്നോട്ട് നമ്മള് ഗെയിം ഷോയില് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ ആ 44 lakhs ശരിക്കും വേണമായിരുന്നു എന്ന് ആലോചിച്ചു പോകും. യു മേക്കിംഗ് എൻ എഫേർട്ട് ടു കം ഹിയർ ആൻഡ് പ്ലേ, അല്ലേ? അതെ. സോ ആ സമയത്ത് യു ഡെഫിനറ്റ്ലി നീഡ് ടു ഹാവ് എ ഗുഡ് amount of money also. അതന്നെയാ, that's what I wish for every contestant that comes here. Okay? So, കല്യാണ ബഹളമൊക്കെ തീർന്ന് ഹാവ് യു ഗോൺ ഫോർ യുവർ ഹണിമൂൺ യെറ്റ്? ഇല്ല. എന്തുകൊണ്ട് പോയില്ല? പോയി. അത് അപ്പൊ തന്നെ പോയി. എവിടെ പോയത്? അത് മൂന്നാറിലേ പോയുള്ളൂ. വർക്ക് കാരണം ഇപ്പൊ കുറെ പേർക്ക് പോകാൻ പറ്റത്തില്ല എവിടെയും. ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞോ? എന്താണ് ചെയ്തത്? IT, BTech ആയിരുന്നു.
ഓ ബിടെക് ആയിരുന്നു. ഓക്കെ. ചേച്ചമ്മയുടെ അപ്പാർട്ട് ഫ്രം ബാങ്കിൽ ഇപ്പോഴും ജോലി എടുക്കുന്നതാണല്ലോ അല്ലേ? അതെ അതെ. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 3 പേര്. എൽഡസ്റ്റ് സണ്ണാണ് ദീപു. ദീപു ആണ് her husband. And വേറെ ഡോട്ടർ ഷീസ് ഇൻ അമേരിക്ക. ഓക്കെ. എന്ത് ചെയ്യുന്നു അമേരിക്കയിൽ? ഷീസ് മാരിഡ് ഇൻ അമേരിക്ക. ആൻഡ് യംഗസ്റ്റ് വൺ ബോയ്, ഹീസ് വർക്കിംഗ് ഇൻ ടെക്നോപാർക്ക് ട്രിവാൻഡ്രം. ടെക്നോപാർക്ക് ട്രിവാൻഡ്രം. ആൻഡ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജനറൽ മാനേജറാണ്. You have many siblings? No, just one younger sister. Younger sister. She's in Saudi? No, Or no, Brunei? No, she's in Chennai. She's in Chennai. Okay. എന്താ ഫാമിലി മൊത്തം സ്കാറ്റേർഡ് ആണല്ലോ അല്ലേ ഇപ്പോഴും? പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ക്രിക്കറ്റ്, ബി ഷൂട്ടിംഗ്, സി ബോക്സിംഗ് ആൻഡ് ഡി ഷോട്ട് പുട്ട്. ചോദ്യത്തിന് കാത്തിരിക്കുക. ഗെയിം പൊസിഷൻ ആണ് അടുത്തത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. 28 lakhs in hand. രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. അപ്രോച്ച് യുവർ ഗെയിം വെരി കെയർഫുള്ളി, കാരണം വലിയ നഷ്ടം ഓൾറെഡി ആദ്യത്തെ ചോദ്യത്തിൽ പറ്റി. ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ്. ഓക്കെ. കാറ്റഗറീസ് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള വള്ളംകളി ശില്പം. വള്ളംകളി വരെ. വള്ളംകളി. വള്ളംകളി. വള്ളംകളിയാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ നെഹ്റു ട്രോഫി വള്ളംകളി, ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളി, കുമരകം വള്ളംകളി. ചോദ്യം എന്താ നോക്കാം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്. നെഹ്റു ട്രോഫി വള്ളംകളി, ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള വള്ളംകളി ആൻഡ് കുമരകം വള്ളംകളി. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. 28 ലക്ഷമാണുള്ളത്. 60 seconds. ടൈം സ്റ്റാർട്ട്. നെഹ്റു കൂടുതൽ വയ്ക്കും. 50 seconds. നാൽപ്പത് സെക്കൻഡ് ഉണ്ട്. ഇവിടെ വെച്ചാൽ കുമ്പളം വയ്ക്കണം. വെക്കാം. പോയെങ്കിലോ ഇവിടെ വയ്ക്കേ. വെക്കേ. ഇവിടെ വയ്ക്കാം. പോയാൽ മൊത്തം 30 seconds remaining. കിട്ടിയില്ലെങ്കിൽ നമ്മളെ പോയതാ. 20 seconds remaining. You still have time. നെഹ്റു ട്രോഫി വള്ളംകളി 16 ലക്ഷം, ഉത്രട്ടാതി വള്ളംകളി ഒന്നുമില്ല, ആറന്മുള വള്ളംകളി 8 ലക്ഷം, കുമരകം വള്ളംകളി 4 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇപ്പൊ തരാനില്ല. അറിയുന്ന ചോദ്യമാണോ? അറിയില്ല. ജസ്റ്റ് സ്പ്ലിറ്റ്. പിന്നെ ഞാൻ കൂടുതൽ കേട്ടേക്കുന്നത് നെഹ്റു ട്രോഫിയാ, ബാക്കിയൊന്നും ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല. നെഹ്റു ട്രോഫി കേട്ടത് കൊണ്ട് മാത്രം 16 ലക്ഷം അതിൽ വെച്ചതാണോ ചേച്ചമ്മ? കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നമ്മൾ ജലത്തിലെ പൂരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നെഹ്റു ട്രോഫിയാണ് പുന്നമുടക്കായലിൽ നിന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടല്ല. നമുക്ക് വള്ളംകളിയാണെന്നും അറിയാം. ഇല്ല, പോകാറില്ല. ഓൺലി ഓൺ ടി വി. We've seen it on TV. Okay. നോക്കാം, മുന്നോട്ട് വരൂ പ്ലീസ്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന ആൻസർ ഓപ്ഷനിൽ 16 ലക്ഷം, ഉത്രട്ടാതി വള്ളംകളി ഒന്നുമില്ല, ആറന്മുള വള്ളംകളി 8 ലക്ഷം, കുമരകം വള്ളംകളി 4 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്നാലും നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. ജലത്തിന്റെ പൂരം ഇതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ അതാവുള്ളൂ, അല്ലെങ്കിൽ ആറന്മുളയാവാം. ഡ്രോപ്പിന് ഇനിയും സമയമായിട്ടില്ല. യു ഹാവ് ടു വെയിറ്റ് ടിൽ വി കം ബാക്ക് ആഫ്റ്റർ എ ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി?
Welcome back to Vivel Kayil Oru Kodi. Are you ready? Powered by Josco Jewelers. Before the break, ചേച്ചമ്മയ്ക്കും നീതുക്കും കിട്ടിയ ചോദ്യം ഇതാണ്, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളം കളി ഏതെന്ന്. ഡ്രോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളം കളിയിലാണ് 16 ലക്ഷം രൂപയുള്ളത്. ഉത്രട്ടാതി വള്ളം കളിയിൽ ഒന്നും ഇല്ല. ആറന്മുള വള്ളം കളി 8 ലക്ഷമുണ്ട്. കുമരകം വള്ളം കളി വെറും 4 ലക്ഷം രൂപ. നീതു സിംഗ്, നെഹ്റു ട്രോഫി വള്ളം കളിയാണ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ 16 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, മുന്നോട്ട് വരൂ. ഇനി കേട്ടത് തന്നെയാണോ ശരിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജലത്തിലെ പൂരം ഇതിലേതാണ് നമുക്ക് നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? Oh my god, 20 ലക്ഷം ഡ്രോപ്പ് ആയിരിക്കുന്നു. വെറും 8 ലക്ഷം രൂപ മാത്രമാണ് ആറന്മുള വള്ളം കളിയിലുള്ളത്. ഉത്രട്ടാതി വള്ളം കളി അതിലോട്ട് വെക്കാൻ തോന്നിയില്ല. നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നല്ലേ പറഞ്ഞേ? ഉത്രട്ടാതി വള്ളം കളിയിൽ ഒന്നുമില്ല. ഒന്നുകിൽ 8 ലക്ഷവുമായി അടുത്ത ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ it is gonna be പരാജയം. ആറന്മുള വള്ളം കളിയിലാണ് 8 ലക്ഷം രൂപയുള്ളത്. അത് ശരിയായേ പറ്റൂ ടു പ്രൊസീഡ് ഇൻ ദ ഗെയിം. ടോപ്പ് ഓർ ഡ്രോപ്പ്? അപ്പൊ ദൈവത്തിനോട് തന്നെ വീണ്ടും നന്ദി പറയണം അല്ലേ? കേൾക്കാത്ത ആറന്മുള കേട്ടിട്ടുണ്ട്. ആറന്മുള കേട്ടിട്ടുണ്ട്. അപ്പൊ ഉത്രട്ടാതി കേട്ടിട്ടില്ല, അതുകൊണ്ട് വെച്ചില്ല.